എല്ലാവർക്കും നമസ്കാരം. 8th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സ്പെറിക്കൽ മിറേഴ്സ് ആണ് പഠിച്ചു വന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിററിൻ്റെ റേ ഡയഗ്രാം, അതായത് കോൺകേവിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും കേസിൽ റേ ഡയഗ്രാം വരയ്ക്കുന്നതിനെ കുറച്ച് 4 റൂളുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക, റൂള് മനസ്സിലാക്കുക. ആ റൂള് വെച്ചിട്ടാണ് നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി റേ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റേ ഡയഗ്രാം വരയ്ക്കുന്നതിൻ്റെ റൂൾസുകൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ. കോൺകേവ് മിറർ ഉപയോഗിച്ചിട്ട് ഓരോ പൊസിഷനിലും ഒബ്ജക്റ്റ് വരുമ്പോൾ എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്, ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സ്വഭാവം എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കേട്ടോ. ഇത് മിക്കപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് വരയ്ക്കാൻ ചോദിക്കുന്നതാണ് കേട്ടോ. എന്താണ് ഒരു പൊസിഷൻ ഇരിക്കുമ്പോൾ അതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും, അതായത് ഇമേജിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്. വി നോ ദാറ്റ് ദ പൊസിഷൻ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ് വേരി അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മൾ കണ്ടതല്ലേ, ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറുന്ന അനുസരിച്ചിട്ട് എന്താണ് ഇമേജിൻ്റെ പൊസിഷനും സൈസും ഒക്കെ വേരി ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻഫിനിറ്റിയിലായിരുന്നപ്പോൾ കണ്ടായിരുന്നു എങ്ങനെയാണ് ഇമേജ്, എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടായിരുന്നു. അതായത് ഇൻഫിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ദൂരെ ആയിരിക്കുമ്പോൾ, ഇല്ലേ, ഒബ്ജക്റ്റ് വളരെ ദൂരെ ആയിരിക്കുമ്പോൾ ഇമേജിൻ്റെ പൊസിഷൻ എവിടെയാണ് നമ്മൾ കണ്ടായിരുന്നു, അറ്റ് ഫോക്കസിലാണ് നമ്മൾ കണ്ടില്ലായിരുന്നോ. ഇനി ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമ്മൾ മാറുവാണ്, വസ്തുവിൻ്റെ പൊസിഷൻ മാറുമ്പോൾ എവിടെയൊക്കെയാണ് ഇമേജ് ഉണ്ടാകുന്നത് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യമേ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, അതായത് ഒബ്ജക്റ്റ് അനന്തതയിൽ ഇരിക്കുകയാണെന്നുള്ള ആ ഒരു കണ്ടീഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ. ഇതാ നോക്കിയേ, ഫിഗർ ഇവിടെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ലൈറ്റ് റേ കംസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇല്ലേ, നമ്മൾ കണ്ട കാര്യമാണ്, അത് തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്. ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഇറ്റ് സെൽഫ് എന്ന് കണ്ടതാണ് അല്ലേ. ഇതാന്ന് നോക്കിയേ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അനന്തതയിലാണ്. അനന്തയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നതെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് ഇതാണ് കേട്ടോ. നിങ്ങൾ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യമേ മിറർ വരയ്ക്കുക, പിന്നെ എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കണം, പോൾ അടയാളപ്പെടുത്തണം, ഫോക്കസ് അടയാളപ്പെടുത്തണം, അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് കർവേച്ചർ അടയാളപ്പെടുത്തണം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുന്നതെങ്കിൽ എങ്ങനെയാണ്, ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അതെങ്ങനെയാണ് പോകുന്നത്, ഫോക്കസിൽ കൂടെ അല്ലേ. ഏതൊരു റേ ആണെങ്കിലും ഇവിടെ വേറെ റേ ഉണ്ടെങ്കിലും എല്ലാം എങ്ങനെയാണ് അതിവിടെ വന്ന് റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഫോക്കസിൽ കൂടെ കടന്നു പോകും. അപ്പോൾ അവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. മനസ്സിലായല്ലോ. അപ്പോൾ ആ ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്. ആ ഇമേജ് എന്ന് വെച്ചാൽ ഇൻവേർട്ടഡ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് കേട്ടോ. നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ ഇവിടെ ഒരു ചിത്രം ഉണ്ടായതല്ലോ, ആ ചിത്രത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, കണ്ടില്ലേ. ഇതാ ഇമേജ് ഉണ്ടായിരിക്കുന്നത് ഇൻവേർട്ടഡ്, തല തിരിഞ്ഞതാണ് ഇമേജ് അവിടെ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പം ഓരോരോ പൊസിഷനിൽ വരുമ്പോൾ ആ ഇമേജിന് പ്രത്യേകത ഉണ്ടാകും. അപ്പം എന്താ നോക്കിയാൽ, ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുമ്പോഴാണ്, ഇൻഫിനിറ്റിയിൽ, അതായത് അനന്തതയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഇമേജ് ഇൻവേർട്ടഡ് ആണ്, അതായത് തല കീഴായതാണ് കേട്ടോ. ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ എന്താണ്, തല കീഴായതാണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് നോക്കിയേ. എങ്ങനെയാണ് ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ, അതാ വളരെ ചെറുതാണ്, വസ്തുവിനേക്കാളും ചെറുതാണ്. വസ്തു എവിടെയോ ഇരിപ്പണം, അനന്തതയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വസ്തുവിനേക്കാളും ചെറുതായിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ആ ഇമേജ് നമുക്ക് സ്ക്രീനിൽ കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത് എന്ത് ഇമേജാണ്, റിയൽ ഇമേജ് ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ആ ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ. മനസ്സിലായല്ലോ. അപ്പോൾ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുമ്പോൾ, ഇൻഫിനിറ്റിയിൽ ഇരിക്കുമ്പോൾ, അതായത് അനന്തതയിൽ ഇരിക്കുമ്പോൾ ഉള്ള ഇമേജിൻ്റെ പ്രത്യേകതകളാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം, മനസ്സിലാക്കി തന്നെ പഠിച്ചിരിക്കുക കേട്ടോ. കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. എവിടെയാണ് പൊസിഷൻ ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഒബ്ജക്റ്റിൻ്റെ പൊസിഷനൊക്കെ. ഓക്കെ ആണല്ലോ. അതെവിടെ എഴുതിയിരിക്കുന്നു നോക്കിയേ. വി ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് വെൻ വി കണ്ടക്റ്റഡ് ദ എക്സ്പെരിമെന്റ്. നമ്മൾ നേരത്തെ ഒരു എക്സ്പെരിമെന്റ് ഇല്ലായിരുന്നു, അത് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പം നമ്മൾ നോക്കിയാൽ, ലെറ്റ്സ് കംപ്ലീറ്റ് ദ ഡയഗ്രാം ബിലോ ആൻഡ് ട്രൈ ടു ഇലൂസ്ട്രേറ്റ് ദ ഇമേജ് ഫോർമേഷൻ ഓഫ് അതർ പൊസിഷൻ. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ. ഇനി അതർ പൊസിഷനിൽ ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ റേ ഡയഗ്രാം നമുക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത സിറ്റുവേഷൻ ആണ് ഒബ്ജക്റ്റ് ബിയോണ്ട് സി, അതായത് സി നമുക്കറിയാം, നമ്മൾ റേ ഡയഗ്രാം വരച്ചു. ഇത് പി ആണ്, ഇവിടെ എഫ് ഉണ്ട്, ഇവിടെ സി ഉണ്ട്. ഈ സിയുടെ പുറകിലായിട്ടാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഒബ്ജക്റ്റിനെ നമ്മൾ എപ്പോഴും ഒ ബി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഒ ബി വെച്ചിട്ടാണ് ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് ഒരു ആരോ മാർക്ക് ഇട്ടാണ് എഴുതുന്നത് കേട്ടോ. ഒ ബി, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണ്, സിയുടെ പുറകുവശത്താണ്, ബിയോണ്ട് സി ആണ്. ക്ലിയർ ആയാലോ. അപ്പം നമ്മുടെ റൂളുകൾ ഉപയോഗിച്ച് നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുക.
ഇതാന്ന് നോക്കിയേ ഒരു റേ കേട്ടോ, ഇതാണ് ഒബ്ജക്റ്റ്. ഒരു റേ നോക്കിയാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് ഇവിടെ വന്നു ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം എങ്ങനെയാണ് പാസിങ് ത്രൂ ഇല്ലേ? ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അത് ഏതിലും വഴിയാണ് പാസ് ചെയ്യുന്നത്? കറക്റ്റായിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കോട്ടെ. അത് പാസ് ചെയ്യുന്നതാന്ന് നോക്കിയാൽ ഈ ഫോക്കസിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. മനസ്സിലായല്ലോ? ഈ ആരോ മാർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ വേറെ റൂൾ വെച്ചിട്ട് ഒരു റേ എങ്ങനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ കൂടെ പാസ് ചെയ്യുന്നു. സെന്റർ ഓഫ് കർവേച്ചർ കൂടെ പാസ് ചെയ്യുമ്പോൾ അത് തിരിച്ച് എങ്ങനെയായിരിക്കും? ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അത് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെയായിരിക്കും തിരിച്ചു പോകുന്നു. അപ്പോൾ അത് അങ്ങനെ തിരിച്ചു പോയി. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ ആയിരിക്കും നമുക്ക് ഇമേജ് ഉണ്ടാകുന്നത്. ഇമേജ് ഇങ്ങനെയായിരിക്കും. ഇമേജിനെ നമ്മൾ നോർമലി IM എന്ന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. IM എന്നാണ് നമ്മൾ ഇമേജിനെ നോർമലി ജനറലൈസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് എവിടെ ഉണ്ടായി? മനസ്സിലായല്ലോ? അപ്പോൾ ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ്? നോക്കിക്കേ, എവിടെയാണ് ഇമേജിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? സിക്കും Fനും ഇടയിലാണ് ഇല്ലേ? അതായത് ഫോക്കസിനും ഇല്ലേ, ഫോക്കസിനും സെന്റർ ഓഫ് കർവേച്ചറിനും ഇടയിലാണ്. പൊസിഷൻ ഓഫ് ദ ഇമേജ് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? ബിറ്റ്വീൻ ഇല്ലേ, ബിറ്റ്വീൻ C ആൻഡ് F, ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ, അതിൻ്റെ ഇടയിലായിട്ടാണ് ഇമേജ് ഉണ്ടായത്. ഓക്കെ ആണല്ലോ? ഇനി ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഇതാന്ന് നോക്കിയേ, സൈസ്, ഒബ്ജക്റ്റിന്റെ സൈസ് ഇല്ലേ, ഒബ്ജക്റ്റിന്റെ സൈസ്, ഇമേജിന്റെ സൈസ് നോക്കിയേ. എങ്ങനെയാണ് പ്രത്യേകതകൾ നോക്കിയേ? അത് ഇൻവേർട്ടഡ് ആണ്, തലകീഴായതാണല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം, ഇൻവേർട്ടഡ് ആണ് ഇല്ലേ, ഇൻവേർട്ടഡ് ആണ്. പിന്നെ എന്താണ് സൈസ്? എങ്ങനെയാണ് സൈസ്? ചെറുതല്ലേ അല്ലേ? അതായത് ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്. അപ്പം ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണെങ്കിൽ നമ്മൾ സ്മോളർ എന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, സ്മോളറിന് പോലെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ഡിമിനിഷ്ഡ് കേട്ടോ. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ചെറുത്, വസ്തുവിനേക്കാളും ചെറുതായിട്ടുള്ള ഇമേജ് ആണ്, പ്രതിബിംബമാണ് ഇവിടെ ഉണ്ടായത്. ഇത് നമുക്ക് സ്ക്രീനിൽ കിട്ടും. കോൺകേവ് മിറർ ആകുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കിട്ടും ഇല്ലേ? അതുകൊണ്ട് തന്നെ അത് റിയൽ ഇമേജുമാണ്. പക്ഷെ കോൺകേവ് മിററിന്റെ കേസിൽ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സ്ക്രീനിൽ ഇമേജ് കിട്ടുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ആവുകയാണെങ്കിൽ അവിടെ വെർച്വൽ ഇമേജ് ഉണ്ടാവും. അപ്പം ഒറ്റ സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ കോൺകേവ് മിററിന്റെ കേസിൽ വെർച്വൽ ഇമേജ് ഉണ്ടാവുന്നുള്ളൂ. അത് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ്? ബിയോണ്ട് C, ഒബ്ജക്റ്റ് സിയുടെ ബാക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ ഇമേജ് എവിടെ ഉണ്ടായി? ബിറ്റ്വീൻ C ആൻഡ് F. ദെൻ അത് ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. പിന്നെ എന്താണ്? ഡിമിനിഷ്ഡ് ആണ്. അതായത് വസ്തുവിനേക്കാൾ ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ് അവിടെ ഇമേജ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷൻ നോക്കാം. അടുത്ത സിറ്റുവേഷൻ ഏതാന്ന് നോക്കിയേ. ഒബ്ജക്റ്റ് അറ്റ് സിയിൽ വന്നു ഇല്ലേ? ഇപ്പൊ നേരത്തെ എങ്ങനെയായിരുന്നു? സിക്ക് പുറയിലായിട്ടായിരുന്നു ഒബ്ജക്റ്റ് വരുന്നത്. ഇനി സിയിൽ വന്നു ഇല്ലേ? സിയിൽ വന്നു. റേ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. റേ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഒരു റേ എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ആക്സിസ് കേട്ടോ. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോയി ഇവിടെ വന്നിട്ട് ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് പാസിങ് ത്രൂ ഫോക്കസ് ഇല്ലേ? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യും. മനസ്സിലായല്ലോ? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യും. ദെൻ ഇനി അടുത്തൊരു റേ എന്താ നോക്കിയേ. മറ്റൊരു റേ എന്താ നോക്കിയേ. എങ്ങനെയാണ്? ഫോക്കസിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ? ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അത് എങ്ങനെയായിരിക്കും? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടായിരിക്കും പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഇത് ഇങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടായിരിക്കും അത് പോകുന്നത്. നമ്മൾ പഠിച്ചതാണ്, റൂള് പഠിച്ചതാണ് അല്ലേ? ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. അപ്പം ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഈ പോയിന്റ് ആണ്. ഇവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്. ഇവിടെയാണ് കേട്ടോ. നേരെ വരയ്ക്കോട്ടെ. ഇവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത് കേട്ടോ. ഇതാണ് ഇമേജ്. ആ ഇമേജ് IM എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ എവിടെയാണ് ഇമേജ് ഉണ്ടായത്? പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെ തന്നെയാണ്? അറ്റ് C ഇല്ലേ? അറ്റ് C സെന്റർ ഓഫ് കർവേച്ചറിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പൊ സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെയാണ് എന്തുണ്ടായത്? ഇമേജ് ഉണ്ടായത്. ഇനി ഇമേജിന്റെ പ്രത്യേകത എങ്ങനെയാണ്? തലകീഴായതാണ് കേട്ടോ. ഇൻവേർട്ടഡ് ആണെന്ന് നമുക്ക് പറയാം. ഇനി സൈസ് എങ്ങനെയാന്ന് നോക്കിയേ. സെയിം സൈസ് ആയിരിക്കും കേട്ടോ. സെയിം സൈസ് ആയിരിക്കും കേട്ടോ. അതായത് ഒബ്ജക്റ്റിന്റെ സെയിം സൈസിലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. എവിടെയായിരിക്കുമ്പോൾ? ഒബ്ജക്റ്റ് അറ്റ് സിയിലായിരിക്കുമ്പോൾ ഇമേജ് അറ്റ് സിയിൽ തന്നെ ഉണ്ടാവും. സെയിം സൈസും ആയിരിക്കും. അത് ഓൾറെഡി എങ്ങനെയാണ്? റിയൽ ആയിട്ടുള്ള ഇമേജും ആയിരിക്കും ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? തലകീഴായതാണ്, സെയിം സൈസാണ്, വസ്തുവിൻ്റെ അതേ വലിപ്പമാണ്. അതെന്താണ്? യഥാർത്ഥമായിട്ടുള്ള ഇമേജ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷൻ നോക്കാം. ഇപ്പം നമ്മൾ ബിയോണ്ട് C കണ്ടു, പിന്നെ സിയിൽ വന്നു. ഇനി അടുത്ത സിറ്റുവേഷൻ ആണ്. നോക്കിയേ. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ C ആൻഡ് F
അത് ബിയോണ്ട് സി വന്നു, പിന്നെ നമ്മൾ മുന്നോട്ട് പോകാം, സിയിൽ വന്നു, പിന്നെ ഈ സിക്കും എഫിനും ഇടയിൽ കേട്ടോ. അപ്പം സിക്കും എഫിനും ഇടയിൽ ഇതാന്ന് നോക്കിയാൽ കണ്ടോ, സിക്കും എഫിനും ഇടയിലുമാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് OB. അപ്പൊ നമ്മുടെ റൂളുകൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അതാ ഒരു റേ എങ്ങനെയാണ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നുണ്ട്, ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം എങ്ങനെയാണ് ഫോക്കസ് ഇവിടെ കടന്നു പോകും കേട്ടോ. അത് കൃത്യമായിട്ട് സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. കറക്റ്റ് ഇതിപ്പോൾ ചെറിയ വളമുണ്ട് എങ്കിലും നിങ്ങൾ സ്കെയിൽ വെച്ച് നിങ്ങൾ വരയ്ക്കണം കേട്ടോ, കൃത്യമായിട്ട് വരയ്ക്കുക. മനസ്സിലായല്ലോ. ഇനി ഒരു റേ എങ്ങനെയാണ് പോയിരിക്കുന്നത് നോക്കിയേ, ഫോക്കസിൽ കൂടിയാണ് പോയത് അല്ലേ. ഫോക്കസിൽ കൂടെ പോകുമ്പോൾ എങ്ങനെയാണ് ഇവിടെ വന്ന് ടച്ച് ചെയ്തു അല്ലെ റിഫ്ലക്ട് ചെയ്തു. അപ്പൊ ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം എങ്ങനെയാണ് നമ്മൾ പഠിച്ചു അല്ലേ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. അപ്പൊ ഇതാ ഇങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിന് കേട്ടോ കറക്റ്റ് ആയിട്ട് വരയ്ക്കണേ, പാരലായിട്ട് ഇങ്ങനെ പോകും കേട്ടോ. അപ്പം ജോയിൻ ചെയ്യുന്ന പോയിന്റ് കണ്ടോ, ദാ ഇവിടെയാണ് ജോയിൻ ചെയ്ത് കേട്ടോ. അത് കൃത്യമായിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദാ ഇവിടെയാണ് ഇമേജ് ഉണ്ടായത്. സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇമേജ് IM മനസ്സിലായല്ലോ. അപ്പൊ ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ്, ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ് വന്നതെന്ന് നോക്കിയേ, സെന്റർ ഓഫ് കർവേച്ചറിന്റെ പുറകുവശത്തായിട്ടാണല്ലേ, സെന്റർ ഓഫ് കർവേച്ചറിന്റെ പുറകുവശത്താണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ബിയോണ്ട് സി എന്ന് പറയാം കേട്ടോ. ബിയോണ്ട് സി, സിക്ക് പുറകുവശത്തായിട്ട് അല്ലെങ്കിൽ സിയുടെ പുറം ഭാഗത്തായിട്ടാണ് ഇമേജ് ഉണ്ടായത്. ഞാൻ ഇമേജിന്റെ പ്രത്യേകത നോക്കിയേ, എങ്ങനെയാണ്, ഇൻവേർട്ടഡ് ആണല്ലേ, നമുക്ക് ഓൾറെഡി കാണുമ്പോഴേ അറിയാം ഇൻവേർട്ടഡ് ആണ്, ഇൻവേർട്ടഡ് ആണ്. സൈസ് എങ്ങനെയാന്ന് നോക്കിയേ, ദാ ഒബ്ജക്റ്റ് ഇതാണ് അല്ലേ, ഒബ്ജക്റ്റിനേക്കാളും എങ്ങനെയാണ് സൈസ്, ലാർജ് സൈസ് അല്ലേ, ഇല്ലേ, എൻലാർജ്ഡ് എന്ന് പറയാം കേട്ടോ. നമ്മൾ ലാർജ് എന്ന് പറഞ്ഞതിന് പകരം എൻലാർജ്ഡ് എന്ന് പറയാം കേട്ടോ. എൻലാർജ്ഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റിനേക്കാളും ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാളും കൂടുതൽ സൈസ് ഉള്ളതിനെയാണ് നമ്മൾ എൻലാർജ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം എൻലാർജ്ഡ് ആണ്. പിന്നെ അതെങ്ങനെയാണ്, റിയലും ആണ് കേട്ടോ. റിയൽ യഥാർത്ഥവുമായിട്ടുള്ള ഇമേജ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ 4 സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു. ആദ്യമേ നമ്മൾ ഓൾറെഡി കണ്ടാണ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുണ്ട്. പൊസിഷൻ ഫോക്കസിലാണ്, ബിയോണ്ട് സിയിലാവുമ്പോൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ്. ദെൻ ഒബ്ജക്റ്റ് സിയിലായിരിക്കുമ്പോൾ സിയിൽ തന്നെയാണ്, സെയിം സൈസ് ആണ് കേട്ടോ. പിന്നെ സിക്കും എഫിലും ഇടയിലാവുമ്പോൾ ബിയോണ്ട് സിയിലാണ് ഒബ്ജക്റ്റ് ഇമേജ് ഉണ്ടായത്. ദെൻ അതിന്റെ സൈസ് എങ്ങനെയാണ്, എൻലാർജ്ഡ് സൈസ് ആണ്. മനസ്സിലായല്ലോ. അപ്പൊ 4ാമത്തെ സിറ്റുവേഷൻ വരെ എത്തി. ഇനി അടുത്ത സിറ്റുവേഷൻ നമ്മൾ നോക്കുന്നത്, ഇപ്പൊ എവിടെയാ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, സിക്കും എഫിനും ഇടയിലല്ലേ. ഇനി നമ്മൾ ഒബ്ജക്റ്റ് എഫിൽ വെക്കുക. അതായത് എവിടെയാണ് ഒബ്ജക്റ്റ് അറ്റ് എഫിൽ ഇരിക്കുന്നത് കേട്ടോ. ഇതാ കാണാമല്ലോ, ഈ ചിത്രം കാണാമല്ലോ, ഒബ്ജക്റ്റ് എഫിലാണ് ഇരിക്കുന്നത് കേട്ടോ. OB എഫിലാണ് ഇരിക്കുന്നത്, മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഒരു റേ എങ്ങനെയാണ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നുണ്ട്, അത് ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ കടന്നു പോകുന്നു. മറ്റൊരു റേ എങ്ങനെയാന്ന് നോക്കിയേ, അതാ നോക്കിയാൽ സെന്റർ ഓഫ് കർവേച്ചർ കൂടിയാണ് പോകുന്നത്. അപ്പോൾ സെന്റർ ഓഫ് കർവേച്ചർ കൂടി പോകുമ്പോൾ നമുക്കറിയാം ആഫ്റ്റർ റിഫ്ലക്ഷൻ സെന്റർ ഓഫ് കർവേച്ചർ കൂടെ തന്നെ പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പം ഈ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേസ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, പാരലായിട്ട് കടന്നു പോവുകയാണ് കേട്ടോ. പാരലായിട്ട് കടന്നു പോവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എവിടെയാണ് മീറ്റ് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കില്ല. എവിടെയോ അത് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പാരലായിട്ട് കടന്നു പോകുന്നതുകൊണ്ട് തന്നെ അത് ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വരുമ്പോൾ മീറ്റ് ചെയ്യും. അപ്പൊ അത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, അത് ഇൻഫിനിറ്റിയിലാണ് മീറ്റ് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് പൊസിഷൻ എന്ന് പറയാം. പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്, അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയാം കേട്ടോ. പൊസിഷൻ ഓഫ് ദി ഇമേജ് അറ്റ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിയിലായിരിക്കും ആ ഇമേജിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലാണ് അത് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമേജ് ഉണ്ടാകുന്നത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ സൈസ് ലാർജ് ആയിരിക്കും. അതായത് വെറുതെ വലുതെന്ന് പറയാൻ പറ്റില്ല, ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ. ഹൈലി എൻലാർജ്ഡ് എന്ന് പറയാം കേട്ടോ. ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ആ ഇമേജ് എങ്ങനെയായിരിക്കും, റിയൽ ആയിട്ടുള്ള ഇമേജും ആയിരിക്കും ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒബ്ജക്റ്റ് എഫിലായിരിക്കുമ്പോൾ ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ്, അറ്റ് ഇൻഫിനിറ്റിയിലാണ്. അതിന്റെ പ്രത്യേകത എന്താണ്, ഇൻവേർട്ടഡ് ആണ്, ഹൈലി ഇൻലാർജ്ഡ് ആണ്. അതിന്റെ നേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡും ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷൻ നോക്കാം. അടുത്ത സിറ്റുവേഷൻ നോക്കിയേ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. കണ്ടല്ലോ, ഒബ്ജക്റ്റ് എഫിനും പിയിലും. ഇപ്പൊ നമ്മൾ ആദ്യമേ ബിയോണ്ട് സി വന്നു, പിന്നെ സി വെച്ചു, പിന്നെ ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെച്ചു, പിന്നെ എഫിൽ വന്നു. പിന്നെ അടുത്ത സിറ്റുവേഷൻ ഏതാന്ന് നോക്കിയേ, എഫിനും പിക്കും ഇടയിൽ വച്ചു. മനസ്സിലാക്കോട്ടോ, എഫിനും പിക്കും ഇടയിലാണ് ഇവിടെ ഒബ്ജക്റ്റ് വന്നത്. കണ്ടല്ലോ, എഫിനും പിക്കും ഇടയിലായിട്ട് ഒബ്ജക്റ്റ് വന്നു. അപ്പൊ എങ്ങനെയാണ്, ഒരു റേ ഏതാ നോക്കുക കേട്ടോ. ഒരു റേ ഇവിടെ വന്ന് വീണു. അതായത് പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നു വീണു. അതെന്താണ്, ആഫ്റ്റർ റിഫ്ലക്ഷൻ ശേഷം അത് ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഓക്കെ ആണല്ലോ.
മറ്റൊരു റേ കാണാമല്ലോ, മറ്റൊരു റേ നോക്കി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകും കേട്ടോ. അപ്പൊ എന്താണ്, സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുമ്പോൾ ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അതെന്താണ് സംഭവിക്കുന്നത്? തിരിച്ചും സെന്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് അത് കടന്നു പോകുന്നത് അല്ലേ. പക്ഷേ അത് ജോയിൻ ചെയ്യുന്നുണ്ടോ? നമുക്ക് ജോയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുമോ എവിടെയെങ്കിലും? ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ജോയിൻ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റില്ല. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്നതായിട്ടോ തിരിച്ചിങ്ങനെ തന്നെ പോകും കേട്ടോ. ജോയിൻ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ നീട്ടി വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അത് പുറകോട്ട് നമ്മളങ്ങ് നീട്ടി വരയ്ക്കുകയാണ്. അപ്പം പുറകോട്ട് നീട്ടി വരയ്ക്കുമ്പോൾ അത് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഇമേജ് ഉണ്ടാകും. അതായത് ഇമേജ് എവിടെയാണ് ഉണ്ടായതെന്ന് നോക്കിയേ. അതാ നോക്കിയേ, ഈ മിറർ ഇതാണ്. മിററിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇമേജ് ഉണ്ടായത് അല്ലേ. മിററിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇമേജ് ഉണ്ടായത് കേട്ടോ, ബിറ്റ്വീൻ പി ആൻഡ് എഫ് അല്ലേ. അപ്പൊ പൊസിഷൻ നമുക്ക് എന്ത് പറയാം? പൊസിഷനായിട്ട് നമുക്ക് എന്താണ് പറയുന്നത്? ബിഹൈൻഡ് ദ മിറർ അല്ലേ. മിററിന്റെ ബാക്ക് സൈഡിൽ ബിഹൈൻഡ് ദ മിറർ എന്ന് പറയാം കേട്ടോ. മിററിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇമേജ് ഉണ്ടായി. ആ ഇമേജ് എങ്ങനെയാന്ന് നോക്കിയേ. തലകീഴായതായിട്ടുള്ള ഇമേജ് ആണോ ഉണ്ടായത്? അല്ല അല്ലേ. അത് നിവർന്ന ഇമേജ് ആണ് ഉണ്ടായത് കേട്ടോ. നിവർന്നേനെ നമ്മൾ പറഞ്ഞ് ഇറക്റ്റ് എന്നാ പറയുന്നത് കേട്ടോ. ഇറക്റ്റ് കേട്ടോ, ഇറക്റ്റ് അല്ലെങ്കിൽ നിവർന്ന ഇമേജ്. നേരെ തന്നെയല്ലേ, തലകീഴായിട്ടല്ലല്ലോ, ഇറക്റ്റ് ആണ്. ഇനി അതിന്റെ സൈസ് എങ്ങനെയാന്ന് നോക്കിയേ. ഒബ്ജക്റ്റിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്? എല്ലാതരം, ഹൈലി എല്ലാതെന്ന് പറയില്ല, എല്ലാതരം ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാളും വെച്ച് നോക്കുമ്പോൾ വലുതാണ്. മനസ്സിലായല്ലോ. ഇത് നമുക്ക് ബിഹൈൻഡ് ദ മിറർ ആണ്. നമുക്ക് സ്ക്രീനിൽ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് അത് എങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും കേട്ടോ. വെർച്വൽ ഇമേജ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. അതായത് മിഥ്യ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ മാത്രം, അതായത് ഒബ്ജക്റ്റ് എഫിനും പിക്കും ഇടയിലായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ റിയൽ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. അതൊരു മിഥ്യ ഇമേജ് ആണ് കേട്ടോ. അത് നമ്മുടെ സൈസ് കൂടുതലായിരിക്കും. നിങ്ങൾ സ്പൂൺ ഉണ്ടല്ലോ, നമ്മൾ സ്പൂൺ വെച്ച് നോക്കാൻ പറഞ്ഞില്ല. അപ്പൊ സ്പൂണിന്റെ ഉൾഭാഗം ഉണ്ടല്ലോ, ഉൾഭാഗത്ത് വെച്ച് നമ്മൾ വളരെ അടുത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ എന്താണ് നേരെ തന്നെ നിവർന്ന് കാണാം. പക്ഷെ അത് ദൂരം, നമ്മളിൽ നിന്നും ദൂരം പുറകോട്ട് മാറും തോറും എന്നാണ് അത് തലതിരിഞ്ഞ് കാണാൻ സാധിക്കും. നിങ്ങൾ ഒരു പക്ഷേ സ്പൂൺ എടുത്ത് നോക്കിയപ്പോൾ തലതിരിഞ്ഞായിരിക്കും ഇമേജ് കാണുന്നത്. അതെന്താണ്? ആ മിറർ ഉണ്ടല്ലോ, അതായത് സ്പൂണിൽ നിന്നും ദൂരെയോട്ട് മാറി പിടിച്ചത് കൊണ്ടാണ് നമുക്ക് തലകീഴായിട്ട് കാണുന്നത്. ഈ സ്പൂണിനോട് ചേർത്ത് ഒരു ഒബ്ജക്റ്റ് വെച്ച് നോക്കിയേ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുഖം നോക്കുന്നതിന് വരെ എന്തെങ്കിലും ഒരു വസ്തു വെച്ച് നിങ്ങൾ ആ മിററിന്റെ അടുത്ത് നല്ലോണം അടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ അത് നേരെ തന്നെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ വസ്തുവിനെ പതിയെ പുറകോട്ട് നീക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് തലതിരിഞ്ഞ് വരുന്നതായിട്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ മാത്രം എപ്പോഴാണ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് പൊസിഷൻ എന്താണ്? ബിഹൈൻഡ് ദ മിറർ ആണ്. അത് ഇറക്റ്റ് ആണ്. അതുകൊണ്ട് ഇറക്റ്റ് ആണെങ്കിൽ അത് വെർച്വൽ ആയിരിക്കും കേട്ടോ. വെർച്വൽ ആൻഡ് ഇറക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം അത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്, എൻലാർജ്ഡും ആണ്. ക്ലിയർ ആയല്ലോ. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായല്ലോ. ഒബ്സർവ് ദ ഇമേജ് ഫോർമേഷൻ ഗിവൺ ഹിയർ, റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് വരയ്ക്കാനും ചോദിക്കും, ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ ചോദിക്കും, പൊസിഷൻ ഒക്കെ എഴുതാനും ചോദിക്കും. ക്ലിയർ ആയല്ലോ. അപ്പം മനസ്സിലാക്കാൻ സാധിക്കും കോൺകേവ് മിറർ എങ്ങനെയാണ് റിയൽ ഇമേജും ഉണ്ടാക്കുന്നുണ്ട്, വെർച്വൽ ഇമേജും ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. കോൺകേവ് മിറേഴ്സ് ഫോം ബോത്ത് റിയൽ ആൻഡ് വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ എപ്പോഴാണെന്ന് ഓർത്തണം കേട്ടോ. ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുമ്പോഴാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിൽ ഇരിക്കുമ്പോഴാണ് ഒബ്ജക്റ്റ് കേട്ടോ നമുക്ക് വെർച്വൽ ഇമേജ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ. വെർച്വൽ ഇമേജസ് ഫോംഡ് ബൈ കോൺകേവ് മിറർ വിൽ ബി ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ്. വെർച്വൽ ഇമേജ് എങ്ങനെയായിരിക്കും? ഒബ്ജക്റ്റിനേക്കാളും ലാർജർ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ കാര്യങ്ങളാണ് കേട്ടോ. ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ കാര്യങ്ങളാണ്. ആ ഒരു ടേബിൾ ഇല്ലായിരുന്നോ? അതാ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ടേബിളില്ലേ, ഈ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ട് നമ്മൾ എഴുതാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. എങ്ങനെയാണ് ഓർക്കുന്നുണ്ടോ? വെരി ഫാർ ഇല്ല, അതായത് ഇൻഫിനിറ്റിയിൽ ഇരിക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് അറ്റ് എഫിലാണ്, അത് സ്മോൾ അല്ലെങ്കിൽ ഡിമിനിഷ് എന്ന് പറയും. ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ആണെന്ന് പറഞ്ഞു. ഇനി ബിയോണ്ട് സി ഓർക്കുന്നുണ്ടോ? ബിയോണ്ട് സീൽ ഇതാ നോക്കിയേ, എവിടെയാണ് ബിയോണ്ട് സീൽ വന്നപ്പോൾ ഇല്ലേ, ബിയോണ്ട് സീൽ വന്നപ്പോൾ എവിടെയാണ് ഒബ്ജക്റ്റ് ഉണ്ടായത്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. നമുക്കങ്ങ് എഴുതാം അങ്ങോട്ട്, ഞാനങ്ങ് എഴുതാമോ? നിങ്ങൾ ആ പിക്ചർ നോക്കി വെച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇപ്പം ബിയോണ്ട് സീലാകുമ്പം പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ബിറ്റ്വീൻ കേട്ടോ, പൊസിഷൻ ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആയിരിക്കും കേട്ടോ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിമിനിഷ്ഡ് ആയിരിക്കും കേട്ടോ. ഡിമിനിഷ്ഡ് കേട്ടോ, സ്മോൾ അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിമിനിഷ്ഡ് എന്നാണ് പഠിക്കുന്നത്.
ഡിമിനിഷ്ഡ് ആണ്, ഇൻവേർട്ടഡ് കേട്ടോ, ഇൻവേർട്ടഡും ആണ്, അതുപോലെ തന്നെ റിയലും ആണ്. ഇനി അറ്റ് സിയിലാവുമ്പോൾ എങ്ങനെയാണ്? അറ്റ് സിയിൽ തന്നെ ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ്? സെയിം സൈസ് അല്ലേ, സെയിം സൈസ് ആണ്, ഇൻവേർട്ടഡ് ആണ് കേട്ടോ, ഇൻവേർട്ടഡ് ആണ്, റിയലും ആണ്. ഇനി ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആകുമ്പോൾ ബിയോണ്ട് സി ആണ് കേട്ടോ, ബിയോണ്ട് സി, ബിയോണ്ട് സിയിലാണ്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ എൻലാർജ്ഡ് ആണ് കേട്ടോ, എൻലാർജ്ഡ് ആണ്, ഇൻവേർട്ടഡ് ആണ്, അതുപോലെ തന്നെ അതെന്താണ്? റിയലും ആയിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ അറ്റ് എഫിലാകുമ്പോൾ നമ്മൾ കണ്ടു അല്ലേ, പാരലായിട്ട് പോകും. അതായത് ഇമേജ് ഉണ്ടാകുന്ന അറ്റ് ഇൻഫിനിറ്റിയിൽ നമുക്ക് പറയാം കേട്ടോ, അറ്റ് ഇൻഫിനിറ്റിയിൽ നിന്നാണ് നമുക്ക് പറയാം. അതെങ്ങനെയായിരിക്കും? ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും കേട്ടോ, ഹൈലി എൻലാർജ്ഡ്, ഹൈലി എൻലാർജ്ഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആണ്, ദെൻ എന്താണ്? റിയലും ആണ് കേട്ടോ, ഇൻവേർട്ടഡ് ആണ്, റിയലും ആണ്. ഇനി ബിറ്റ്വീൻ എഫ് ആൻഡ് പി എവിടെയാണ് ഇമേജ് ഉണ്ടായത്? ബിഹൈൻഡ് ദ മിറർ എന്ന് പറയാം കേട്ടോ, ബിഹൈൻഡ് ദ മിറർ, മിററിൻ്റെ പുറകുവശത്തായിട്ടാണ് ഇമേജ് ഉണ്ടായത്. അത് എൻലാർജ്ഡ് ആണ് കേട്ടോ, ഒബ്ജക്റ്റിനേക്കാളും വലിപ്പം കൂടുതലാണ്, എൻലാർജ്ഡ് ആണ്. അതെങ്ങനെയാണ്? നിവർന്നതാണ് കേട്ടോ, നിവർന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഇറക്റ്റ് എന്നാണ് പറയുന്നത്, ഇറക്റ്റ് എന്ന് പറയും കേട്ടോ, ഇറക്റ്റ് കേട്ടോ. അതുപോലെ തന്നെ അതെങ്ങനെയാണ്? വെർച്വൽ ആയിരിക്കും, അതായത് മിഥ്യയായിരിക്കും. മനസ്സിലായല്ലോ? എക്സ്പെരിമെൻ്റ് വെച്ചിട്ടുള്ള ടേബിളാണ്. അപ്പം ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എങ്ങനെയും ഇത് കൃത്യമായിട്ട് നിങ്ങൾ ആ ഓർഡറിൽ അങ്ങ് പോയച്ചാൽ മതി. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം വരച്ചൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. ഇനി കോൺവെക്സ് മിററിന്റെ നമുക്ക് നോക്കാം കേട്ടോ, ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് മിറർ കേട്ടോ. ഇതും എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കോൺവെക്സ് മിററിന്റെ കേസിലാണ് അത് അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ഈ പിക്ചർ ഒന്ന് നോക്കുക കേട്ടോ. രണ്ട് പൊസിഷൻ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. കോൺവെക്സ് മിറർ ആണ് ഇത് കേട്ടോ. കോൺവെക്സ് മിററിന്റെ കേസിൽ ഇമേജ് ഫോർമേഷൻ ആണ്. നിങ്ങൾ രണ്ട് സിറ്റുവേഷൻ ഒന്ന് പഠിച്ചാൽ മതി. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുമ്പോൾ കേട്ടോ, അനന്തതയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടതാണ്, നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ് അല്ലേ. ഇമേജ് ഉണ്ടാകുന്നത് നമ്മൾ എവിടെയാണെന്ന് കണ്ടായിരുന്നു ഇല്ലേ. ഫോർമേഷൻ ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഫോക്കസിലായിരിക്കും. അതായത് അതുപോലെ തന്നെ മിററിന്റെ ബിഹൈൻഡിലും ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്, ഈ ഒരു പൊസിഷനിൽ. ഇനി ഈ ഇൻഫിനിറ്റിയിലല്ലാതെ ഈ മിററിനും അതുപോലെ തന്നെ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ അങ്ങനെ പറഞ്ഞില്ല, വേറെ ഏതൊരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാലും ഇൻഫിനിറ്റിക്കും അതുപോലെ തന്നെ നമ്മൾ പോൾ, ഇത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു, ഈ ഇൻഫിനിറ്റിക്കും പോളിനും ഇടയിൽ ഏതൊരു സിറ്റുവേഷനിലും ഒബ്ജക്റ്റ് ഇരുന്നാലും എന്താ നോക്കിയേ, ഒരു റേ ഇവിടെ വന്ന് വീണു അല്ല, ഒരു റേ ഇവിടെ വന്ന് വീണിട്ടെന്നാണ് അത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ഡൈവേർജ് ചെയ്ത് പോയി. നമുക്കറിയാം അത് നീട്ടി വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വരുന്നത് നമുക്കറിയാം. ഇങ്ങനെ ഫോക്കസിൽ കൂടെ പോയി കേട്ടോ. ദെൻ ഒരു റേ എന്ന് നോക്കിയേ, നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ കൂടെ പാസ് ചെയ്തുകൊണ്ടല്ലേ വരച്ചിരിക്കുന്നത്. അപ്പോൾ സെന്റർ ഓഫ് കർവേച്ചർ കൂടെ വരച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോട്ടർ ലൈൻ കാണിച്ചിരിക്കുന്നത് ബിഹൈൻഡ് ദ മിററിലാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഡോട്ടർ ലൈൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സെന്റർ ഓഫ് കർവേച്ചർ കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂൾ പ്രകാരം സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകും. അപ്പോൾ നോക്കി അത് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ അതാ നോക്കി ഈ ലൈനും എക്സ്റ്റെൻഡ് ചെയ്തു, അതുപോലെ തന്നെ അതാ നോക്കി ഈ ലൈന് ഫോക്കസിൽ കൂടെ പോകുന്ന എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ. ഈ ഒരു പോയിന്റ് ഇവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത് കേട്ടോ. IM എന്ന് പറയാം കേട്ടോ. IM ഇമേജിനെ കൊടുക്കാം. ഇവിടെ OB എന്ന് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇത്ര നേരം OB എന്നാണ് പഠിച്ചു വന്നത്. അപ്പം OB ഒബ്ജക്റ്റും IM ഇമേജും. അപ്പോൾ നോക്കിയാൽ ഈ ഇമേജിന്റെ പ്രത്യേകത എങ്ങനെയാണ്? ചെറുതാണല്ലേ, ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്. അതിന്റെ പൊസിഷൻ എവിടെയാണ്? ബിഹൈൻഡ് ദ മിറർ ആണ് ഇല്ലേ, ബിഹൈൻഡ് ദ മിറർ ആണ്. അതുപോലെ തന്നെ ഫോക്കസിനും പോളിനും ഇടയിലുമായിട്ടാണ് ഇമേജ് ഉണ്ടാകുന്നത്. ബിഹൈൻഡ് ദ മിറർ ആകുമ്പം ആ ഇമേജ് എങ്ങനെയായിരിക്കും? അത് വെർച്വൽ ആയിരിക്കും, അതുപോലെ തന്നെ നിവർന്നതുമായിരിക്കും കേട്ടോ. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം കോൺവെക്സ് മിററിന്റെ കേസിൽ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും കേട്ടോ ഓർത്തിരിക്കുക, ഇമേജ് അത് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഫോക്കസിൽ ഇമേജ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഫിനിറ്റിക്കും പോളിനും ഇടയിലുള്ള ഏതൊരു സിറ്റുവേഷനിലും വന്നാലും എങ്ങനെയാണ്? എഫിനും പിക്കും ഇടയിലായിട്ട് ഇമേജ് ഉണ്ടാവും. അത് സെയിം സൈസ്, അതെങ്ങനെയായിരിക്കും? ചെറുതുമായിരിക്കും, വെർച്വൽ ആൻഡ് ഇറക്റ്റും ആയിരിക്കും. മനസ്സിലായല്ലോ? അതിന്റെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അറ്റ് ഇൻഫിനിറ്റിയിൽ ഈ ഒരു കേസാണ് കേട്ടോ. അറ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഉണ്ടാകുന്ന എവിടെയാണ്? ഫോക്കസിലാണ്, ബിഹൈൻഡ് ദ മിറർ ആണ്. അതെന്താണ്? പോയിന്റ് ആയിട്ടാണ്, ഹൈലി ഡിമിനിഷ് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. പോയിന്റ് പോലെയാ, പോയിന്റ് സൈസ് ആണ്. അത് വെർച്വൽ ആൻഡ് ഇറക്റ്റും ആയിരിക്കും. ഇനി ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ദ പോൾ ഓഫ് ദി മിറർ അല്ലെ, ഇൻഫിനിറ്റിക്കും മിററിന്റെ പോളിനും ഇടയിൽ ഏതൊരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാലും ഇമേജ് ഉണ്ടാകുന്നതെന്ന് നോക്കിയാൽ എഫിനും പിക്കും ഇടയിലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. അതും ചെറുതാണ് അല്ലെ, ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും.
മനസ്സിലായല്ലോ? അപ്പോൾ കോൺവെക്സ് മിററിന്റെ കേസിൽ എപ്പോഴും എങ്ങനെയാണ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എന്താണ് ഡിമിനിഷ്ഡും ആയിരിക്കും, ചെറുതായിരിക്കും, ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ് കേട്ടോ. പോയിന്റ് ഓർത്തോണം കേട്ടോ, ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്, അതായത് ഡിമിനിഷ്ഡ് കേട്ടോ, ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, അത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെന്ന് പറയാം കേട്ടോ. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഏതാണ്? കോൺവെക്സ് മിററിന്റെ കേസിൽ. ഓക്കെ ആണല്ലോ? ഇത് പ്രാക്ടിക്കലി ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ആ ഒരു കാര്യമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ കണ്ടോ? ഇതിപ്പോൾ ഒരു സിറ്റുവേഷനിലുള്ള ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമ്മൾ ഫോക്കസിൽ ഉണ്ടാകുന്നത് ഓൾറെഡി കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പം കോൺവെക്സ് ദർപ്പണം ഇപ്പം എങ്ങനെയായിരിക്കും? എപ്പോഴും നിവർന്നതും ചെറുതുമായിരിക്കും കേട്ടോ. എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുവാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കോൺവെക്സ് മിററിന് ഇമേജ് എങ്ങനെയായിരിക്കും? ഓൾവേസ് ഇറക്റ്റ് ആൻഡ് സ്മോൾ കേട്ടോ. ഓൾവേസ് ഇറക്റ്റ് ആൻഡ് സ്മോൾ ആണ്. ദിസ് ഈസ് എങ്ങനെയാണ്? വെർച്വൽ ഇമേജും ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പം ഏതൊരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം വെർച്വൽ ഇമേജ് കോൺവെക്സ് മിററിന്റെ കേസിൽ ഓർത്തിരിക്കുക. എന്താണ്? ഡിമിനിഷ്ഡ് കേട്ടോ. ഡിമിനിഷ്ഡ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഡിമിനിഷ്ഡ് ആണ്. അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. വെർച്വൽ ഇമേജ് ആണ്. അതുപോലെ തന്നെ എങ്ങനെയാണ്? ഇറക്റ്റ് കേട്ടോ, നിവർന്ന ഇമേജും ആയിരിക്കും ഉണ്ടാകുന്നത്. ഏതൊരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാലും ഈ ഒരു കാര്യങ്ങളായിരിക്കും അവിടെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പം സ്പെറിക്കൽ മിറേഴ്സ് ഉണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സ്പെറിക്കൽ മിറേഴ്സ് ഫോം ബോത്ത് റിയൽ ആൻഡ് വെർച്വൽ ഇമേജ്. സ്പെറിക്കൽ മിറേഴ്സ് റിയൽ ആൻഡ് വെർച്വൽ ഇമേജ് ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ? കോൺവെക്സ് മിറർ എങ്ങനെയാണ്? ഓൾവേസ് ഫോം വെർച്വൽ ഇമേജ് ഇല്ലേ? ആൻഡ് ദാറ്റ് ആർ സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ്. കോൺവെക്സ് മിറർ ആവുകയാണെങ്കിൽ എപ്പോഴും വെർച്വൽ ഇമേജ് ആണ്, അത് ഒബ്ജക്റ്റിനേക്കാളും ചെറുതായിരിക്കും. കോൺകേവ് ഒറ്റ സിറ്റുവേഷനിൽ മാത്രമേ വെർച്വൽ ഇമേജ് ഉണ്ടാക്കുന്നുള്ളൂ, അത് എഫിനും പിക്കും ഇടയിലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ ആവുകയാണെങ്കിൽ ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിയൽ ആൻഡ് വെർച്വൽ ഇമേജസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. റിയൽ ഇമേജിൻ്റെയും വെർച്വൽ ഇമേജിൻ്റെയും ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് പറയാം? റിയൽ ഇമേജ് എങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആണ്. വെർച്വൽ ഇമേജ് എങ്ങനെയാണ്? ഇറക്റ്റ് ആയിരിക്കും കേട്ടോ. വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ നോക്കി അടുത്ത കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെർച്വൽ ഇമേജ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ. വെർച്വൽ ഇമേജ് എപ്പോഴും എങ്ങനെയായിരിക്കും? ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. റിയൽ ഇമേജ് എങ്ങനെയായിരിക്കും? ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ എന്ന് പറയാം അല്ലേ? ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ എന്ന് പറയാം. ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ. ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ. മനസ്സിലായല്ലോ? അപ്പം റിയൽ ഇമേജ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും, മിററിന്റെ ഫ്രണ്ട് വശത്തും ആയിരിക്കും ഉണ്ടാകുന്നത്. വെർച്വൽ ഇമേജ് ആണെങ്കിൽ ഇറക്റ്റ് ഇല്ലേ? അതായത് നിവർന്നതുമായിരിക്കും, അത് ബിഹൈൻഡ് ദ മിററും ആയിരിക്കും. ഓക്കെ ആണ്? ഇതൊക്കെ പോയിന്റുകളാണ്, മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കേട്ടോ ഇമേജ് ഫോർമേഷൻ ബൈ സ്പെറിക്കൽ മിറേഴ്സ്. ഈ കോൺകേവ് മിററിന്റെ മിക്കപ്പോഴും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു റേ ഡയഗ്രം വരയ്ക്കാൻ ചോദിക്കും, അതിൻ്റെ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ് കേട്ടോ ഇവിടെ ഈ ടേബിളിലും കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. കോൺകേവ് മിററും കോൺവെക്സ് മിററിൻ്റെ ഒക്കെ കേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കോൺവെക്സ് മിറർ ഓൾവേസ് ഫോം സ്മോൾ ആൻഡ് ഇറക്റ്റ് ഇമേജ് കേട്ടോ, അത് വെർച്വൽ ആയിരിക്കും. the image will always be between the principal focus and the pole. അല്ലേ? നമ്മൾ കണ്ടതല്ലേ, പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയിലായിരിക്കും കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഇമേജ് ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? വെരി 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 ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കുക. വരയ്ക്കാൻ ചോദിക്കും, വരയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ മിറർ കൃത്യമായിട്ട് വരയ്ക്കുക, സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക കേട്ടോ. പിന്നെ ഈ റേ ഒക്കെ വരയ്ക്കുമ്പോൾ ആരോ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കുക. അപ്പം ഈ ഒരു സെക്ഷൻ ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കി പഠിക്കുക. ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾ ചോദിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും അറിയാൻ മേലാത്തതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ എല്ലാവരോടും പഠിക്കാൻ പറയുക കേട്ടോ. കാരണം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഹയർ ക്ലാസ്സുകളിലേക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. കൃത്യമായിട്ട് പഠിക്കുക. ഇനിയുണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.